പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. എന്നാൽ യൊരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ശലോമോൻ യോസേഫ് ഗൃഹത്തിന്റെ കാര്യാദികളൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യൊരോബെയാം കാര്യപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. അല്ലേരി ഇവിടെ നമുക്കറിയാം, കാര്യപ്രാപ്തിയുള്ള പുരുഷൻ എന്ന് പറയുമ്പോൾ അവൻ എല്ലാ നിലയിലും വളരെ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. രക്തം ചെയ്യാൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ ദൈവത്തിൽ നിന്ന് അകലുന്ന കാഴ്ച കാണാം. ദൈവത്തെ സ്നേഹിച്ച് ദൈവഹിത പ്രകാരം രാജ്യഭരണമൊക്കെ ഭരിച്ച് അവസാനം അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവകോപം ശലോമോന്റെ മേൽ വരിക. അല്ലേരിയ ശലോമോന് എതിരെ ഒരുപാട് പ്രതിയോഗികളെ ആ കാലഘട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. അല്ലേരിയ അങ്ങനെ താഴോട്ട വചനം വായിച്ചു വരുമ്പോഴാണ് സെരോദയിൽ നിന്നുള്ള എഫ്രൈമിനായ നെബോത്തിന്റെ മകൻ യൊരോബെയാം എന്ന ശലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. അവന്റെ അമ്മ സെരൂയ എന്നു പേരുള്ള ഒരു വിധവയായിരുന്നു. അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണം എന്തെന്നാൽ ശലോമോൻ വില്ലോ പണിതു തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അറ്റകുറ്റം തീർത്തു. എന്നാൽ യൊരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു. ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ശലോമോൻ യോസേഫ് ഗൃഹത്തിന്റെ കാര്യാദികളെയൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു. യൊരോബെയാമിനെ കുറിച്ച് ചെറിയൊരു അറിവ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ. അല്ലേരിയ അപ്പം വേദപുസ്തകം വായിക്കുമ്പോൾ കാര്യപ്രാപ്തിയോടെ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നാം ഉണരേണ്ടത് അത്യാവശ്യമാണ്. അല്ലേരിയ അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത്, സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക, ഇനി മേലാൽ അഗ്രയർമിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. ആ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറഞ്ഞാൽ സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിലും ദൈവം എല്ലാവരോടും പറയുന്നത് ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇപ്പൊ സിയോനെ ഉണരുക ഉണരുക എന്ന് പറഞ്ഞ് കർത്താവ് ഉറക്കെ വിളിക്കുക, എല്ലാ ജനത്തെയും ഉറക്കെ ഈ നാളുകളിൽ വിളിക്കുക. ഹല്ലേലൂയ. യൗവനക്കാരൻ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ എഴുന്നേൽക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുക. യൗവനക്കാരെല്ലാവരും കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ എഴുന്നേറ്റ് യൊരോബെയാമിനെ പോലെ കാര്യപ്രാപ്തിയുള്ള നല്ല പരിശ്രമശീലനായിരിക്കണമെന്ന് ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേരി എന്നാൽ പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. അല്ലേരിയ ദുഷ്ടൻ ഓരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. എന്നാൽ ബുദ്ധിമാന്മാരോ അത് ഗ്രഹിക്കുമെന്നാണ് നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകം ദാനിയേലിന്റെ പുസ്തകത്തിലാണ് അത് നമുക്കിവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലേലൂയ പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ അത് ഗ്രഹിക്കും. അല്ലേലൂയ എന്നവിടെ കാണുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആ വചനം നമ്മൾ വായിക്കുമ്പോൾ അല്ലേലൂയ ഈ കാലഘട്ടത്തിലുള്ള ജനവും ദാനിയേൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ജനവും ദാനിയേലിനെ ദൈവം ഉപയോഗിച്ചതും ഈ കാലഘട്ടത്തിലെ ജനത്തെ ഉപയോഗിച്ചതും അന്ന് യൊരോബെയാമിന്റെ കാലഘട്ടത്തിൽ യൊരോബെയാമിനെ ഉപയോഗിച്ചതും എന്ന് പറഞ്ഞ വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോരുത്തരെ ഉപയോഗിച്ചതോർത്ത് നാം ദൈവത്തെ വളരെ സ്തുതിക്കണം. അല്ലേലൂയ. ദൈവം നമ്മെ വളരെ കാര്യപ്രാപ്തിയുള്ള വളരെ പരിശ്രമശീലനായി വളരെ ഉത്തരവാദിത്വത്തോടെ വേല ഏൽപ്പിക്കുന്നത്. അല്ലേലൂയ.
നാം അത് ചെയ്യാൻ ബാധ്യസ്ഥനാകണം. അതുകൊണ്ടാണ് കർത്താവ് സിയോനെ ഉണരുക, അതിന്റെ ബലം ധരിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. അല്ലേലി. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് ദാനിയേലിനോട് ദൈവം പറയാ, നീയോ ദാനിയേലേ, ഹല്ലേലൂയ, സ്തോത്രം, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ വരുമെന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുക. ഹല്ലേലൂയ. ദാനിയേലിന്റെ കാലഘട്ടത്തിലെ ആ സാഹചര്യം പറഞ്ഞുള്ളതാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന കർത്താവ് സ്നേഹപൂർവ്വം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കാൻ പറയുക. അങ്ങനെയാണ് ദൈവം ശക്തമായി എല്ലാവരും ഉപയോഗിച്ചത്. പഴയ നിയമം നാം വായിക്കുമ്പോഴും പുതിയ നിയമം വായിക്കുമ്പോഴും കർത്താവ് സമയാസമയങ്ങളിൽ ഓരോരുത്തരെ ശക്തമായി വിളിച്ച് പ്രോത്സാഹിപ്പിച്ച് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ദൈവം അവരെ വളരെ കാര്യപ്രാപ്തിയുള്ള നല്ല പരിശ്രമശീലരാക്കി ദൈവം പലരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അതെ, നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണ്. നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം യേശുക്രിസ്തുവാണെന്ന് നമുക്കറിയാം. ആ പ്രകാശമാണ് നമ്മെ നടത്തുന്നത്. ആ പ്രകാശമാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാര്യപ്രാപ്തിയോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നല്ല പരിശ്രമശീലത്തോടെ നിങ്ങൾ വേല ചെയ്യുന്നവരായിരിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ എഴുന്നേറ്റ് പ്രകാശിച്ച മറ്റൊരു യൗവനക്കാരന്റെ പേരാണ് യെരോബെയാം എന്ന് പറയുന്നത്. എഴുന്നേറ്റ് പ്രകാശിച്ച ഒരു യൗവനക്കാരന്റെ പേരാണ് യെരോബെയാം. അവൻ പരാക്രമശാലി മാത്രമല്ല, ബഹുപ്രാപ്തിയുള്ളവനായിരുന്നു. എല്ലാം കൊണ്ട് നല്ല കഴിവുള്ളവനാണ്. ആരാണ്? യെരോബെയാം. അല്ലെങ്കിൽ സ്തോത്രം. പരാക്രമശാലി മാത്രമല്ല, ബഹുപ്രാപ്തിയുള്ളവനാണ്. സകല കാര്യങ്ങളും സമാധാനത്തോടെ ചെയ്യത്തക്ക ജ്ഞാനവും കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. യെരോബെയാം ചെയ്യുന്ന കാര്യങ്ങളും വളരെ സമാധാനത്തോടും ജാഗ്രതയോടും കൂടെ ചെയ്യുവാനുള്ള ദൈവകൃപ യെരോബെയാമിന്റെ മേലുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ തലമുറയ്ക്കും ആവശ്യം, ഇന്നത്തെ സകല ജനത്തിനും ആവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വളരെ സമാധാനത്തോടെ, ഹല്ലേലൂയ, കാര്യക്ഷമതയോടെ, ഹല്ലേലൂയ, നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി അത് വളരെ ജ്ഞാനത്തോടെ ചെയ്യുവാനുള്ള ദൈവകൃപയാണ് നമുക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദൈവകൃപയിൽ ഞാനും നിങ്ങളും നിറയപ്പെടുമ്പോഴാണ് ദൈവം നമ്മൾ യഥാർത്ഥമായി പ്രസാദിക്കുക എന്ന് പറയുന്നത്. ദൈവം എല്ലാവർക്കും കഴിവ് തന്നിട്ടുണ്ട്. ആർക്കും കഴിവുകേട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര കഴിവ് കെട്ടവനെയും കാര്യപ്രാപ്തിയുള്ള മനുഷ്യനാക്കി നല്ല പരിശ്രമശീലനാക്കി മാറ്റിയെടുക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും ലോകത്തിൽ നാം പലരെ തിരഞ്ഞു പഠിക്കുമ്പോഴും ഒക്കെ യാതൊരുവിധ കഴിവുമില്ലായിരുന്ന, യാതൊരുവിധ പ്രാപ്തി ഇല്ലാതിരുന്ന പലരും കർത്താവിന് വേണ്ടി അതിശക്തമായി എഴുന്നേറ്റ് പ്രകാശിച്ച്, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ച് വളരെ കാര്യപ്രാപ്തിയോടുകൂടി വളരെ പരിശ്രമശീലരായി കർത്താവിന് വേണ്ടി എഴുന്നേറ്റ അനവധി വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. രക്തം ചെയ്യും. ഇന്നും ദൈവം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് യെരോബെയാമിനെ പോലെ വളരെ കാര്യപ്രാപ്തി ഉള്ളവനായി സ്തോത്രം സകല കാര്യങ്ങളും സമാധാനത്തോടെ ചെയ്യുവാൻ വേണ്ടുന്ന ജ്ഞാനവും കൃപയും നിങ്ങളും പ്രാപിച്ചെടുക്കണം. രക്തം ചെയ്യാം. ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസേനയിൽ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം അത് നമ്മുടെ മേൽ പകരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അനേക യൗവനക്കാർ എന്തു വേണമെങ്കിലും ധൈര്യപൂർവ്വം ചെയ്യുവാൻ തയ്യാറാണ്. ഇന്നത്തെ കാലഘട്ടം കേട്ടോ. യെരോബെയാമിന്റെ കാലഘട്ടം ഒട്ടും മോശമല്ല. മാറി മാറി വന്ന ഓരോ കാലഘട്ടം പരിശോധിച്ചാലും ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ചാലും യൗവനക്കാർ എഴുന്നേറ്റ് എന്തും ചെയ്യുവാൻ, ഹല്ലേലൂയ, എഴുന്നേറ്റ് എന്തും ധൈര്യപൂർവ്വം ചെയ്യുവാൻ അവർ ഒരുക്കമുള്ളവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അനന്തര ഫലങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല.
പിന്നീടുണ്ടാകുന്ന അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്ന പരാജയം. പലരും അല്ലറിയ എന്തു വേണമെങ്കിലും ചെയ്യാൻ ധൈര്യപൂർവത്തോടെ എഴുന്നേറ്റ് പലതും ചെയ്തു കൂട്ടും. പിന്നെ വരുന്ന അതിന്റെ അനന്തര ഫലങ്ങൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അസമാധാനങ്ങൾ, പ്രതിസന്ധികൾ, പിന്നെ നിയമം, കോടതി എന്നൊക്കെയായിട്ട് പലരും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന് വേണ്ടി എന്തും എഴുന്നേറ്റ് പ്രവർത്തിക്കുവാനല്ല നിങ്ങൾ തയ്യാറാകേണ്ടത്. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, മതങ്ങൾക്ക് വേണ്ടി എന്തും എഴുന്നേറ്റ് ചെയ്യുവാനുള്ള കാര്യപ്രാപ്തിയല്ല നിങ്ങൾക്ക് വേണ്ടിയത്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടിയത് ദൈവരാജ്യത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അതിശക്തിയോടെ വേല ചെയ്യുവാനുള്ള കാര്യപ്രാപ്തിയാണ്, അതിനുള്ള ജ്ഞാനമാണ്, അതിനുള്ള കൃപയാണ് നിങ്ങൾക്ക് വേണ്ടിയത്. യെരോബെയാമിനെ പോലെ നിങ്ങൾ വളരെ കാര്യപ്രാപ്തിയുള്ള പുരുഷനായിരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ആ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നത്. അല്ല ലോകപ്രകാരം നാം എന്തും ചെയ്തിട്ട് പിന്നെ അതിന്റെ അനന്തരഫലങ്ങൾ കണ്ണുനീരായി മാറുന്നത് പോലെ നാം ആ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിരിക്കണം, ബോധ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ പലരും അകപ്പെട്ടിട്ട് ഹല്ലേലൂയ പിന്നത്തേതിൽ അവർ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന എത്രയോ ദയനീയമായ കാഴ്ചയാണ് നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നത്, യെരോബെയാമിനെ പോലെ കാര്യപ്രാപ്തിയോടെ ഈ നാളുകൾ എഴുന്നേറ്റ് വളരെ പരിശ്രമശീലത്തോടെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. രക്തം ചെയ്യും. ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്നിടത്തോളം അത് വളരെ കാര്യപ്രാപ്തിയോടെ നിങ്ങൾ എഴുന്നേറ്റ് ചെയ്യുകയാണെങ്കിൽ, വളരെ പരിശ്രമത്തോടെ ചെയ്യുകയാണെങ്കിൽ, അതൊക്കെ എത്ര അഭിമാനകരമാണ്. ദൈവരാജ്യത്തെ കുറിച്ച് ഉള്ള വേല ചെയ്യുക, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് പ്രതിഫലം ദൈവമാണ് തരുന്നത്, ലോകമല്ല പ്രതിഫലം തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളുടെ ചെലവ് കാര്യം എങ്ങനെയാണ്, നിങ്ങൾക്ക് ആരാണ് പൈസ തരുന്നത്, നിങ്ങളെ ആരാണ് നടത്തുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് വരുമാനം എന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, യെരോബെയാമിനെ പോലെ വളരെ കാര്യപ്രാപ്തിയോടെ പരിശ്രമശീലത്തോടെ സകലവിധ കാര്യങ്ങളും ചെയ്യുവാൻ വളരെ സമാധാനത്തോടെ ജ്ഞാനത്തോടെ ദൈവകൃപയിൽ എഴുന്നേറ്റ് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെ പ്രവർത്തിക്കുന്നവരെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കുന്നത് ദൈവം മാനിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞങ്ങൾ ആരുടെയും പിടിച്ചു പറിക്കാൻ വരുന്നില്ല, മോഷ്ടിക്കാൻ വരുന്നില്ല, എങ്ങും കവർച്ച നടത്തുന്നില്ല, കൊള്ളയടിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ആരോടും അനധികൃതമായി ഒന്നും ചോദിച്ചു വാങ്ങുന്നില്ല, കൈക്കൂലിയൊന്നും ഞങ്ങൾ വാങ്ങുന്നില്ല. ഞങ്ങളെ നടത്തുന്നത് ഞങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞങ്ങൾ ദൈവത്തോട് പറയും. ഹല്ലേലൂയ. സാമ്പത്തികമായിരുന്നാലും, ശാരീരികമായി സൗഖ്യമായിരുന്നാലും, തലമുറയുള്ള ബന്ധത്തിലായിരുന്നാലും, ശുശ്രൂഷയുള്ള ബന്ധത്തിലായിരുന്നാലും, അങ്ങനെ ഞങ്ങൾക്ക് വരുന്ന ബഹുകഷ്ടങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ജഡത്തിൽ വസിക്കുമ്പോൾ ബഹുകഷ്ടങ്ങൾ ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ മേൽ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ ദൈവസന്നിധി മുഴങ്ങാനും അടക്കിയിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവസന്നിധി മുഴങ്ങാനും അടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ വളരെ ബഹുപ്രാപ്തിയുള്ളവനായി എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പരിശ്രമശീലന്മാരാക്കി പണിതെടുക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. സ്തോത്രം. നമ്മുടെ ദൈവസമ്പന്നനാണ്. ഈ ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്ന നമ്മുടെ ദൈവസമ്പന്നനാണ്. ഈ കാണുന്ന കോടിക്കണക്കിന് ജനം അനുഭവിക്കുന്ന സകല നന്മയുടെയും സകല സമ്പത്തിന്റെ ഉറവിട യേശുവാണ്. ഹല്ലേലൂയ. മനുഷ്യനിവിടെ പലതും ഉണ്ടാക്കി കൂട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ നിനക്ക് വീഴുന്ന കഴിവും പ്രാപ്തിയും ജ്ഞാനവും ഒക്കെ തന്നത്, നീ ഇന്നത് ചെയ്യണം, ഇന്നത് പ്രവർത്തിക്കണം, നിന്റെ വഴിയെ പോകണം, അതിലൂടെ നിനക്കുണ്ടാകുന്ന ലാഭങ്ങളെല്ലാം പിന്നെ ദൈവം നിനക്ക് ബുദ്ധി തന്നിട്ട്, അറിവ് തന്നിട്ട്, കഴിവ് തന്നിട്ടാണ് ഇതെല്ലാം നിനക്ക് വർദ്ധിച്ചതെന്ന് ഉണ്ടായതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കും.
ഹല്ലേലൂയ. അപ്പൊ ഈ യൊരോബെയാം വളരെ കാര്യപ്രാപ്തിയുള്ള മനുഷ്യനായിരുന്നു. സ്തോത്രം. അവൻ വളരെ പരിശ്രമശീലനായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അപ്പോസ്തലനായി അയക്കുന്ന പൗലോസിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ, ഹല്ലേലൂയ, നാം ഈ ദമസ്കോസ് പടിക്കൽ വെച്ച് യേശു പൗലോസിനെ സന്ദർശിച്ചതിന് ശേഷമായി പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് ശുശ്രൂഷ ആരംഭിച്ച കാലഘട്ടം തൊട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആമേൻ, പൗലോസ് വളരെ ബഹുപ്രാപ്തിയുള്ള പുരുഷനായി, വളരെ പരിശ്രമശീലനായി, കാര്യക്ഷമതയോടെ, സകല ജ്ഞാനത്തോടും കൃപയോടും കൂടി ഐശ്വര്യമായി കർത്താവിന്റെ മഹത്വമേറി വേല ചെയ്ത വ്യക്തിയാണ് പൗലോസ് എന്ന് പറയുന്നത്. ആദിമ സഭയൊക്കെ ദൈവം അങ്ങനെ ഉപയോഗിച്ചത്, നമ്മുടെ പിതാക്കന്മാരെയൊക്കെ അങ്ങനെ ദൈവം ഉപയോഗിച്ചത്. രക്തം ചെയ്യും. ഇന്നും വിശ്വസിക്കുന്ന ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ദൈവമക്കളെ ഇന്നും അങ്ങനെ ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിച്ച പോലെ യൊരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷൻ, ഹല്ലേലൂയ, വളരെ പരിശ്രമശീലൻ. നിങ്ങളെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ബഹുപ്രാപ്തിയുള്ളവനായി വളരെ പരിശ്രമശീലമുള്ളവനായി നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് സകല ജ്ഞാനത്തോടും സകല കൃപയോടും കൂടി സകല കാര്യങ്ങളും സമാധാനത്തോടെ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ദൈവസനെ മുഴങ്കാലും അടക്കിയിരുന്ന ദൈവത്തോട് യാചിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മേൽ ദൈവം അളവ് കൂടാതെ കൃപ പകർന്ന്, അളവ് കൂടാതെ അഭിഷേകം പകർന്ന്, നിങ്ങൾക്ക് ജ്ഞാനം പകർന്ന്, നിങ്ങൾ അറിയാത്ത മേഖലയിലൂടെ ദൈവങ്ങൾ നിങ്ങളെ നടത്തുവാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കാതെ, ഹല്ലേലൂയ, നിന്നെ കൊണ്ടൊന്നിനും ചെയ്യുവാൻ കൊള്ളത്തില്ല, ഞാൻ എല്ലാവരെക്കാൾ കുറഞ്ഞവളാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല, അറിവില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ സ്വയം നിന്നെ തന്നെ താഴ്ത്തിക്കളയാതെ, യൊരോബെയാം ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു ചിന്തിച്ച്, അവൻ വളരെ പരിശ്രമശീലനായി ചിന്തിച്ചുകൊണ്ട് നീ ദൈവത്തോട് പറയണം, കർത്താവേ, എന്റെ ഈ ബലഹീനതയ്ക്ക്, ഹല്ലേലൂയ, എന്റെ ഈ ബലഹീനതയ്ക്ക് അങ്ങ് തുണനിന്ന് എന്നെ ബഹുപ്രാപ്തിയുള്ളവനായി പരിശ്രമശീലത്തോടെ അങ്ങേക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ എന്റെ മേലാഭിഷേകത്തെ അയക്കണമെന്ന് നീ ദൈവത്തോട് പറയുമ്പോൾ രക്തം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നിന്റെ മേൽ പ്രത്യേകമായ ഒരു അഭിഷേകത്തെ അയക്കും. രക്തം ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകമായ അഭിഷേകം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ അസാധാരണമായ ശുശ്രൂഷകൾ ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളൊട്ടും കുറഞ്ഞവരല്ല കേട്ടോ, നിങ്ങളൊട്ടും കുറഞ്ഞവരല്ല, നിങ്ങളൊട്ടും ആമെ താഴ്ച പ്രാപിച്ചവരുമല്ല. നിങ്ങളെ ബഹുപ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്നത് യേശു കർത്താവാണ്. ക്രിസ്തുവിൽ സകലരും തികഞ്ഞവനാക്കി എടുക്കുക എന്നുള്ളതാണ് ദൈവവചനം. പൗലോസും അത് തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ. പൗലോസും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, തിമോഥെയോസിനെയും തീത്തോസിനെയും ഒനേസിമോസിനെയും ഒക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റിയെടുത്തു. അവരെ ബഹുപ്രാപ്തിയുള്ളവരായി, വളരെ പരിശ്രമശീലത്തോടെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നവരായി പൗലോസ് അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് അവർക്ക് വേണ്ടുന്ന ഉപദേശം, ആലോചന കൊടുത്ത് അവരെ ആ വഴിയിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ തിമോഥെയോസിന്റെ പേരും തീത്തോസിന്റെ പേരും ഒനേസിമോസിന്റെ പേരും ഒക്കെ ദൈവ അഭിഷേകം ഇറങ്ങുവാൻ തുടങ്ങി. ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ യൊരോബെയാമിനെ പോലെ ബഹുപ്രാപ്തിയുള്ളവരായി വളരെ പരിശ്രമശീലത്തോടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്തു എന്ന് ലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണം. കർത്താവിന് വേണ്ടി നീ എഴുന്നേൽക്കണം. നിന്റെ സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും നിന്റെ ആയുസ് വർദ്ധിക്കുന്നു. നീ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആയുസ് വർദ്ധിച്ച് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാളത്തേക്ക് സമയത്തെ മാറ്റിവെക്കാതെ, നാളത്തേക്ക് കർത്താവിന്റെ വേല മാറ്റിവെക്കാതെ, ഇപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഇപ്പോൾ തന്നെ നീ എഴുന്നേറ്റ് ബഹുപ്രാപ്തിയുള്ളവനായി നീ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തെ ലോകത്തോട് വിളിച്ചു പറയുവാൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തെ സകല ജനത്തോട് വിളിച്ചു പറയുവാൻ, നിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും കണ്ണുനീരുകളും എല്ലാം മാറി നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നീ വളരുവാൻ, നീ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്തുവാൻ നീ യേശു ക്രിസ്തുവിനെ തന്നെ ആശ്രയിക്കണം.
ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നീ ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിന്റെ നടുവിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിന്റെ ഇതുവരെയുള്ള കണ്ണുനീരിനെ തുടച്ചല്ലേലിയ, നിന്റെ ദുഃഖത്തെ മാറ്റി, നിന്റെ വേദനകളെ മാറ്റിയിട്ട് അല്ലേലിയ, നിനക്ക് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കത്തക്ക നിലയിലെ ഉള്ളവളായി വളരെ പരിശ്രമശീലത്തോടെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ അത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ദൈവം ശക്തമായ അഭിഷേകത്തെ പകരാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടെ നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നീ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കണം, യേശുക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ യൊരോബെയാം എന്ന ബാല്യക്കാരനെ ശലോമോൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി അവൻ ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു, രണ്ടാമതായി പരിശ്രമശീലനായിരുന്നു, മൂന്നാമതായി അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഹല്ലേലൂയ. യൊരോബെയാം ആരാണ്? ബഹുപ്രാപ്തിയുള്ള പുരുഷൻ. ഹല്ലേലൂയ. അവൻ വളരെ പരിശ്രമശീലൻ, അവൻ വളരെ ബുദ്ധിമാനായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങളും ശലോമോന്റെ ഹൃദയത്തെ ആകർഷിച്ചു. ആകിയാൽ ശലോമോൻ മുഖാന്തരം വളരെയധികം യൊരോബെയാം ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതെ, ശലോമോൻ യൊരോബെയാമിനെ ശ്രദ്ധിച്ചതുപോലെ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു നിന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ, നീ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ വ്യാപാരം ചെയ്യുന്നുവെന്ന് കർത്താവ് നിന്നെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ അത് യൊരോബെയാമിനെ പോലെ നീ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ആമീൻ, ശലോമോൻ യൊരോബെയാമിനെ ഉയർത്തിയതുപോലെ കർത്താവായ യേശു നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ഇവരാരായിരുന്നു? വളരെ ബഹുപ്രാപ്തിയുള്ളവൻ, വളരെ പരിശ്രമശീലൻ, വളരെ ബുദ്ധിമാൻ. അത് ശലോമോന്റെ ഹൃദയത്തെ ആകർഷിച്ചെന്നുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നത്തിനെതിരെ നമ്മൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ബഹുപ്രാപ്തിയോടെ വളരെ പരിശ്രമശീലത്തോടെ വളരെ ബുദ്ധിയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ ആകർഷിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ നിന്നെ ഉന്നതമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കും. രക്തം ചെയ്യും. ഇന്ന് ഈ പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലരെ ദൈവ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ആമേൻ. നിന്റെ പ്രവൃത്തി കർത്താവിന്റെ ഹൃദയത്തെ ആകർഷിക്കുന്ന നിലയിലൂടെ നീ കർത്താവിന് വേണ്ടി ഉണരാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന് വചനം വായിക്കുന്നത്. നിങ്ങൾ രണ്ട് കണ്ണുകൾ കൊണ്ട് ഈ കാണുന്ന ലോകത്തെ മുഴുവൻ നോക്കുന്നു. നിങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ നിങ്ങൾ നോക്കുന്നു. എന്നാൽ ഈ ലോകം ആയിരക്കണക്കിന് കണ്ണുകളാൽ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് തന്ന രണ്ട് കണ്ണുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ ജനം എന്ത് ചെയ്യുന്നു? ആയിരക്കണക്കിന് കണ്ണുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാര്യപ്രാപ്തി ഉള്ളവനായിരുന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ കാര്യപ്രാപ്തി ഉള്ളവളായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉയർത്തുവാൻ തുടങ്ങും. ഈ കാലഘട്ടത്തിൽ നോക്കിയാട്ട് കർത്താവിന് വേണ്ടി ശക്തിയോടെ എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം മേൽക്കുമേലവരെ ഉയർത്തുന്നത് കാണാൻ കഴിയും. എന്നാൽ കർത്താവിന് വേണ്ടി ഉണരാതെ, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാതെ, കർത്താവിന്റെ വേല ചെയ്യുവാൻ വളരെ വിസമ്മതത്തോടെ നിൽക്കുന്ന പലർക്കും ഇന്ന് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല, ഉയർത്തപ്പെടുവാൻ കഴിയുന്നില്ല. അവർ പരാജയത്തിലേക്ക് പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്ന് പ്രകാശിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ സദൃശ്യമാക്കി 22-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? ഹല്ലേലൂയ. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയില്ല. ഹല്ലേലൂയ. അതെ, യൊരോബെയാമിനെ കുറിച്ച് നാം ഇവിടെ ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള ഒരു പുരുഷനായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമായിരുന്നു, എന്നാൽ നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കത്തില്ലായിരുന്നു. അതെ, നീ സ്തോത്രം. ഹല്ലേലൂയ. അത് ഇവിടെ വചനം പറയുന്നത് പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവനായി മാറണം. നീ പ്രവൃത്തിയിൽ സാമർഥ്യമുള്ളവളായി മാറണം. ഹല്ലേലൂയ. നീ പല രാജാക്കന്മാരുടെ മുമ്പിൽ ദൈവം നിന്നെ കൊണ്ടു നിർത്തും, പല ഉന്നതന്മാരുടെ മുമ്പിൽ ദൈവം നിന്നെ കൊണ്ടു നിർത്തും.
ഒരു ദൂഷ്ടന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിന്നെ അവിടുന്ന് വിടുവിച്ച് രാജാക്കന്മാരുടെ അരമനയിലേക്ക് ദൈവം നിന്നെ അയക്കുക തന്നെ ചെയ്യും. നീ അവിടെ വളരെ കാര്യപ്രാപ്തിയോടെ പരിശ്രമശീലത്തോടെ സകല കാര്യങ്ങളും വളരെ ജ്ഞാനത്തോടും അല്ലെങ്കിൽ കൃപയോടും കൂടി വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കുവാൻ ദൈവം നിന്റെ മേൽ അഭിഷേകം പകരും. രക്തം ചെയ്യും. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലേലിയ. അപ്പൊ വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ, നിങ്ങൾ അല്ലെങ്കിൽ കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി യഥാർത്ഥമായി എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേക്കും. രക്തം ചെയ്യാം. അല്ലേലിയ. കർത്താവിന്റെ കാര്യങ്ങളിൽ സമർത്ഥരായിരിക്കുന്ന ബാല്യക്കാർ അവൻ രാജാവും കർത്താവുമായവന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കും. അല്ലേലിയ. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിന് വേണ്ടി വളരെ കാര്യപ്രാപ്തിയോടെ ചെയ്യുന്ന, കർത്താവിന് വേണ്ടി വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന സോദർ, നിങ്ങൾ കർത്താവും രാജാവുമായി ദൈവത്തിന്റെ മുമ്പിൽ ദൈവം നിങ്ങളെ നിർത്തും. അല്ലേലിയ. അതെ, നിങ്ങൾ ശുശ്രൂഷയിൽ ഒട്ടും കുറഞ്ഞവനല്ല, ദൈവവിളിയിൽ ഒട്ടും കുറഞ്ഞവളല്ല, നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ ഒട്ടും കുറവല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം ഒട്ടും കുറഞ്ഞതല്ല, നിങ്ങളുടെ മേലുള്ള ദൈവവിളി വലുതാണ്. അല്ലേലിയ. അത് നീ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി കാര്യപ്രാപ്തിയോടെ ഉണർന്ന് പ്രവർത്തിക്കണം. രക്തം ചെയ്യും. അതിനെ നിന്നെ ബഹുപ്രാപ്തിയുള്ളവനായി, നല്ല പരിശ്രമശീലമുള്ളവനായി, വളരെ ബുദ്ധിമതിയായി, അല്ലേലിയ, ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കണം. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പ്രകാശിക്കണം. അല്ലേലിയ. ഇന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയാത്ത എത്രയോ ജനങ്ങളാണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്. നമുക്കറിയാം, അല്ലേലിയ, ഇസ്രായേൽ ജനത്തെ ബാബിലോണിലേക്ക് പ്രവാസികളായി അടിമകളായി കൊണ്ടുപോയപ്പോഴും, അല്ലേലിയ, ബാബിലോണിയ അടിമത്തത്തിൽ അവർ കിടക്കുമ്പോൾ, പ്രവാസത്തിൽ കിടക്കുമ്പോഴും, അല്ലേലിയ, കർത്താവിന് വേണ്ടി വളരെ ബുദ്ധിയോടെ, ബഹുപ്രാപ്തിയോടെ, കാര്യക്ഷമതയോടെ, സകല ജ്ഞാനത്തോടും കൂടി വളരെ പരിശ്രമശീലത്തോടെ എഴുന്നേറ്റ് പ്രവർത്തിച്ചവനാണ് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി. അല്ലേലിയ, സ്തോത്രം. മാത്രമല്ല, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അത്രമല്ല, അല്ലെ, സ്തോത്രം, പ്രവാസ കാലത്തിൽ ബാബിലോണിൽ ഉണ്ടായിരുന്ന അനവധി ആളുകളെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. അവരെ കുറിച്ചൊക്കെ നാം വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ഭക്തന്മാർ, അവരെ ദൈവം ഉയർത്തുക തന്നെ ചെയ്തു. അവരൊക്കെ പ്രവാസത്തിലാണെങ്കിലും വളരെ ബഹുപ്രാപ്തിയോടെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി വേല ചെയ്തെന്നുള്ളതാണ്. അതുകൊണ്ട് ദാനിയേലിനെ കുറിച്ചൊക്കെ എത്ര പ്രസംഗിച്ചാലും തീരാത്തത്. അല്ലേലി. കാരണം അവരെയൊക്കെ ദൈവം മാനിച്ചത് അല്ലെങ്കിൽ എത്ര വലിയ കാര്യമാണ്. അത് തന്നെയാണ് യോസേപ്പിനോടും ദൈവം ചെയ്തത്. യോസേപ്പ് മിസ്രൈമിലാണെങ്കിലും, അല്ലേലിയ, ഫറവോൻ കൊണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ മിസ്രൈമിലെ ഒരു മന്ത്രവാദികൾക്കും കഴിയാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള അമേലിയ യോസേപ്പിനെ ദൈവം അവിടെ ഉയർത്തുക തന്നെ ചെയ്തു. യോസേപ്പ് ഫറവോന്റെ മുമ്പിൽ ചെന്നു നിന്നു. ഫറവോൻ കൊണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. യോസേഫ് ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു, വളരെ പരിശ്രമശീലനായിരുന്നു, അല്ലേലിയ, വളരെ ബുദ്ധിമാനായിരുന്നു. അവൻ സകല ജ്ഞാനത്തോടും കൂടി സകല കാര്യങ്ങളും കാര്യക്ഷമതയോടെ ചെയ്യുവാനുള്ള വലിയ ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് യോസേഫ് ഫറവോൻ കഴിഞ്ഞാൽ മിസ്രൈമിൽ രണ്ടാമനായി മാറി. അല്ലേലൂയ. യോസേപ്പിനെ ദൈവം ഉയർത്തി. ശലോമോൻ അല്ലെങ്കിൽ യെരോബെയാമിനെ ഉയർത്തിയതുപോലെ തന്നെ, ഹല്ലേലൂയ, യോസേപ്പിനെ ദൈവം ഉയർത്തി, ദാനിയേലിനെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. അതേ, വേദപുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ പല ഭക്തന്മാരെ കാണാം. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറായാൽ യോസേപ്പിനെ ഉയർത്തിയൊരു ദൈവമുണ്ട്, ദാനിയേലിനെ ഉയർത്തിയൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെയും മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. നമ്മൾ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രകാശിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ശക്തമായ ദൂത. സമയമില്ല, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഏത് സമയത്തും കാഹളം മുഴങ്ങാം, ഏത് സമയത്തും കാഹളം മുഴങ്ങാം. കർത്താവിന്റെ മടവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരെല്ലാം ഉണർത്താൻ സമയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവ്, ഇനിയും കിടന്നുറങ്ങാതെ, ഇനിയും കിടന്ന് മയങ്ങിപ്പോകാതെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി നീ പ്രകാശിക്കണം.
ഹല്ലേലൂയ. യേശു വരാൻ സമയമായി. അതെ, നമ്മളെല്ലാം ഇവിടുന്ന് പോകാൻ സമയമായി. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലൊക്കെ ഹല്ലേലൂയ ദൈവം തന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. രക്തം ചെയ്യും. അതെ, കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രമാണദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർത്തിനിൽക്കുന്നു വായിക്കുന്നുണ്ട്. പിന്നെ ജീവനോടെ സൃഷ്ടിക്കുന്ന ഓരോരുത്തരും രൂപാന്തരപ്പെടും. അങ്ങനെ രൂപാന്തരപ്പെടണമെങ്കിൽ യെരോബെയാമിനെ പോലെ കാര്യപ്രാപ്തിയോടെ ബഹുപ്രാപ്തിയോടെ എഴുന്നേറ്റ് കാര്യക്ഷമതയോടെ ബുദ്ധിപരമായി വളരെ പരിശ്രമശീലത്തോടെ നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്നെങ്കിൽ മാത്രമേ ആ രൂപാന്തരം പ്രാപിക്കുന്ന കൂട്ടത്തിൽ നിനക്ക് രൂപാന്തരം പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മേൽ ദൈവം വലിയ അഭിഷേകത്തെയാണ് തന്നിരിക്കുന്നത്. നിനക്ക് വലിയ നിയോഗമാണ് ദൈവം തന്നിരിക്കുന്നത്. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കും. ഞാൻ കർത്താവിന്റെ മഹത്തായ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാൻ എനിക്ക് താല്പര്യമുണ്ട്. കർത്താവിന്റെ വിളി എനിക്കുണ്ട്, ദൈവത്തിന്റെ വാക്തത്വമുണ്ട്, ദൈവത്തിന്റെ ആലോചനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും സമയം ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലേ? പലരോടും ചോദിക്കുമ്പോൾ എനിക്ക് കർത്താവിന്റെ വിളിയുണ്ട്, വേലയെക്കുറിച്ച് വിളിയുണ്ട്, വാക്തത്വമുണ്ട്, അഭിഷേകമുണ്ട്, കർത്താവ് ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. എന്നിട്ടും പോകാതെ, എന്നിട്ടും അലസനായി, മടിയനായി, ഉദാസീനതയോടെ നീ ഇന്നും ദൈവത്തിലായിരിക്കുകയാണെങ്കിൽ കർത്താവ് വരുമ്പോൾ നീ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മയക്കം വിട്ട് എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവം തന്ന സമയത്തെ ദുർവിനിയോഗം ചെയ്യാതെ, ഇത് സമയം ദുഷ്കാലമാണെന്ന് തിരിച്ചറിഞ്ഞ് സമയം തക്കത്തിൽ കർത്താവിന് വേണ്ടി ഉപയോഗിച്ച് കർത്താവിന്റെ വരവിൽ പകലുള്ളിടത്തോളം കർത്താവിന്റെ വേല ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. അത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, എത്രയോ ആളുകളാണ് ദൈവവിളിയുള്ള ദൈവിക അഭിഷേകമുള്ള, ദൈവ നിയോഗമുള്ള, വാക്തത്വമുള്ള എത്രയോ ആളുകൾ ഇന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കാതെ, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി എഴുന്നേക്കാതെ ഇന്നും മടിയന്മാരായി ഹല്ലേലൂയ വിശ്വാസികളുടെ ഇടയിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ നിന്റെ മേലുള്ള ദൈവവിളി നീ മനസ്സിലാക്കി യെരോബെയാമിനെ പോലെ ബഹുപ്രാപ്തിയുള്ളവരായി ഹല്ലേലൂയ വളരെ പരിശ്രമത്തോടെ ബുദ്ധിപരമായി നീ കർത്താവിന്റെ വേല ചെയ്യണം. യോസേഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ശമൂവേലിനെ പോലെ, ദാവീദിനെ പോലെ, പൗലോസിനെ പോലെ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന, നിങ്ങൾ കർത്താവിനോട് വിശ്വസത കാണിച്ചാൽ കർത്താവ് നിങ്ങളെ അധികത്തിന് വിചാരകനാക്കും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് വിശ്വസത കാണിച്ചാൽ കർത്താവ് നിങ്ങളെ അധികത്തിന് വിചാരകനാക്കും. നല്ലവരും വിശ്വസ്തരുമായ ദാസരെ എന്ന് നീ വിളി കേൾക്കും. ഹല്ലേലൂയ. അത് നിങ്ങൾ കർത്താവിന് വേണ്ടി ഉണരണം, കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. അങ്ങനെ കർത്താവിന് വേണ്ടി ഉണർന്ന് നീ പ്രവർത്തിക്കുമ്പോഴാണ് അധികത്തിന് നിന്നെ വിചാരകനാക്കുന്നത്. 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ നേടി, 2 താലന്ത് കിട്ടിയവൻ 2 കൂടെ നേടി. അവനെ ദൈവത്തിന്റെ നല്ലവനും വിശ്വസ്തമായ ദാസനെന്ന ദൈവം വിളിച്ച് അവനെ പലതിനും അധികത്തിന് വിചാരകനാക്കിയെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നീ കുഴിച്ചു മൂടാതെ, ഒന്ന് കിട്ടിയവൻ എന്ത് ചെയ്ത് കൊണ്ട് കുഴിച്ചു മൂടി. അവന്റെ പിന്നത്തെ അവന്റെ അവസാനം നമുക്കറിയാം, കരച്ചിലും പല്ലുകടിയുമുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളിക്കളഞ്ഞത്. കർത്താവ് വരവെങ്കിൽ കരച്ചിലും പല്ലുകടിയുള്ള ഇരുട്ടിലേക്ക് നിന്നെ തള്ളിക്കളയാതെ ഹല്ലേലൂയ നിന്നെ ഏൽപ്പിച്ച താലന്തുകൾ നീ ഉണർന്ന് കർത്താവിന് വേണ്ടി പ്രവൃത്തി ചെലവഴിക്കണം, വ്യാപാരം ചെയ്യണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിച്ച് കർത്താവ് നിങ്ങൾ അധികത്തിൽ വിചാരമാക്കും. ആകയാൽ കർത്താവ് ഒരു ദിവസം തന്നെ മഹത്തായ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ വിളിച്ച് വേർതിരിച്ചു. വേർതിരിച്ച നിങ്ങളുടെ വിളിയുടെ ദിവസം തൊട്ട് നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നത് കാണുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.
പറയാൻ പറയട്ടെ, കർത്താവ് നിങ്ങളെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് ദൈവ നിയോഗം തന്ന് വാഗ്ദത്തം തന്ന് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തിയ ദിവസം തൊട്ട് ഹല്ലേലൂയ രക്തം ചെയ്യാം നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നത് കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഓരോ ദിവസവും ദൈവം നിങ്ങളെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദൈവം നിങ്ങളെ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാതുകളിൽ കേൾപ്പിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ഉണരണം. രക്തം ചെയ്യും. ഈ ലോകത്തിന്റെ മോഹങ്ങൾ വെടിഞ്ഞ്, ലോകത്തിന്റെ ഈപ്പങ്ങൾ വെടിഞ്ഞ്, ഇവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ചെന്ന് ചാടാതെ, ഇവിടുത്തെ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്ന് ചെന്ന് ചാടാതെ, ഇവിടുത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഈ ലോകക്കാരോട് നീ കൂട്ടുകൂടാതെ നീ കർത്താവിനോട് ചേർന്നിരുന്ന് രക്തം ചെയ്യും. അവന്റെ മഹത്വമേറി വേല ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങൾക്കും ഹല്ലേലൂയ മാറ്റം വരും. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ ജയിക്കുവാൻ കഴിയും. നിന്റെ കഷ്ടതകൾ മാറും. നിന്റെ ബന്ധനങ്ങൾ അഴിയും. രോഗങ്ങൾ അഴിയും. നിന്റെ പരാജയമെല്ലാം മാറി ദൈവം നിന്നെ ആധികത്തിന് വിചാരകനാക്കും. യേശുവിനെ വേണ്ടി എഴുന്നേറ്റാൽ ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പലതിലും പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം, തളർന്നിരിക്കുന്നവനായിരിക്കാം. മുമ്പോട്ട് എങ്ങനെ പോകും, മുമ്പോട്ട് എങ്ങനെ ജീവിക്കും, നാളെ എന്ത് ചെയ്യും, പ്രഭാതം വീഴുമ്പോൾ പലരും മുമ്പിൽ വരും, അവരോട് എന്ത് പറയും എന്നൊക്കെ ഓർത്ത് നീ വളരെ കരഞ്ഞ ഹൃദയത്തോടെ, കലങ്ങിയ ഹൃദയത്തോടെ ആയിരിക്കാം. കണ്ണുനീരിന്റെ അനുഭവമായിരിക്കാം. പക്ഷെ നിന്റെ മേലുള്ള ദൈവവിളി നീ മനസ്സിലാക്കിയാൽ, നിന്റെ ദൈവമുള്ള ദൈവവിളി നീ മനസ്സിലാക്കിയാൽ, അതിനുവേണ്ടി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കർത്താവ് പരിഹാരം നൽകും. നിന്റെ മേലുള്ള താലന്ത് നീ വ്യാപാരം ചെയ്താൽ അതിലൂടെ ലാഭം നിനക്ക് കിട്ടും. അങ്ങനെ കർത്താവ് നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ മേലുള്ള സകല നിയന്ത്രണങ്ങളും കർത്താവ് ഏറ്റെടുത്തിട്ട് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരും. രക്തം ചെയ്യും. അവിടെ നിങ്ങളെ പ്രശ്നങ്ങളിൽ അങ്ങനെ അതിജീവിക്കുന്ന നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവവിളി നിന്റെ മേലുള്ള നീ കർത്താവിന് വേണ്ടി എഴുന്നേറ്റാൽ മതി. ഹല്ലേലൂയ. നിന്റെ സകല കടക്കണികളും മാറ്റിത്തരും. നിന്റെ സകല ദുഃഖങ്ങളും മാറ്റിത്തരും. നിന്റെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും. തലമുറയെ ദൈവം നിനക്ക് തരും. സമ്പത്ത് നിനക്ക് വർദ്ധിപ്പിച്ചു തരും. രോഗം നിനക്ക് സൗഖ്യമാക്കി തരും. നീ യേശുവിന് വേണ്ടി എഴുന്നേറ്റാൽ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു മിന്നാമിന്നിങ്ങനെ നിങ്ങൾ നോക്കിയാട്ട് കർത്താവ് അതിന് നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഇരുട്ടിൽ പ്രകാശിച്ച് ലോകത്തിന് വെളിച്ചം നൽകുന്നു. മിന്നാമിന്നിങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കർത്താവ് അതിന് നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഇരുളിൽ അത് പ്രകാശിച്ച് ലോകത്തിന് വെളിച്ചം നൽകുന്നു. മണ്ണെണ്ണ വിളക്കുകൾ അതനുസരിച്ചുള്ള വെളിച്ചം നൽകുന്നു. നിങ്ങളും കാര്യപ്രാപ്തിയുള്ളവരായി കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം. അപ്പം മിന്നാമിനുങ്ങ് അതിന്റെ കാര്യപ്രാപ്തി അനുസരിച്ച് ഇരുട്ടിൽ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നു, നക്ഷത്രങ്ങളും പ്രകാശിക്കുന്നു, ഭൂമിയിൽ മണ്ണെണ്ണ വിളക്കുകളും പ്രകാശിക്കുന്നു. എന്നാൽ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ ധരിച്ച നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതെ, നിങ്ങൾ കാര്യപ്രാപ്തിയുള്ളവരായി കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവർ ആകുമെന്ന് പറഞ്ഞു. കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണ്. കർത്താവിനെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ വെളിച്ചമുള്ളവരായി മാറും. അത് യെരോബെയാമിനെ പോലെ കാര്യപ്രാപ്തിയുള്ളവനായി, ബഹുപ്രാപ്തിയുള്ളവനായി, ഹല്ലേലൂയ, ബുദ്ധിമാനായി, പരിശ്രമശീലനായി നീ കർത്താവിന്റെ മഹത്വമേറിയ വേലയ്ക്ക് മകൾ ചുമൽ കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ? കർത്താവേ, എന്റെ കഴിഞ്ഞ കാല ജീവിതം ഒരുപാട് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്റെ മേലുള്ള ദൈവവിളിയെ മനസ്സിലാക്കി, വാഗ്ദത്തങ്ങൾ നിയോഗം മനസ്സിലാക്കി ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കാതെ ഇന്ന് ഞാൻ ക്ഷീണിച്ച അവസ്ഥയാണ്. അത് മുഖാന്തരം പല നഷ്ടങ്ങളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും എനിക്ക് വന്നു. ഞാൻ അതിലെല്ലാം മാറി എന്റെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ഇപ്പോൾ തന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്കായി, അങ്ങയുടെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ദൈവം നിന്റെ മേൽ വലിയൊരു അഭിഷേകത്തെ പകരും. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ദൈവം പരിഹാരം നൽകും.
പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെടുന്ന കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളില്, അവിടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോക ജില്ല, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ വിഭാഗങ്ങളിലായിരിക്കും ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന, അതിർത്തികൾ കടക്കുന്ന BSF, CRPF, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കരെ, ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന വാഹന നിർമ്മാതാക്കൾ, യാത്ര ചെയ്യുന്നവർ, സമുദ്രത്തിന്റെ ആടുകൾ ജോലി ചെയ്യുന്നവർ, സമുദ്രത്തിലായിരിക്കുന്നവർ, കടലോര വാസികൾ, മത്സ്യബന്ധനത്തിനായിരിക്കുന്നവർ, വിവിധ കമ്പനികളും ഫാക്ടറികളും വിവിധ ഖനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചെറുതും വലുതുമായ വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര മേഖലയിൽ കച്ചവടം ചെയ്യുന്നവരെ, കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലേലിയ, അപ്പോൾ തന്നെ ട്രേഡ് രംഗത്ത് ജോലി ചെയ്യുന്നവർ, അല്ലേലിയ സ്തോത്രം, ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും, പൊതുമേഖലയിലും, സഹകരണ മേഖലയിലും, ഭാഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, എല്ലാ മേഖലയിലുമായി ജനത്തെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ കിടന്ന് ജോലി ചെയ്യുന്നവർ, പഠനാരണ്യത്തിൽ കഷ്ടപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ടു പോയവർ, വിസ കർത്താവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അല്ലേലിയ വിവിധ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നവർ, കർത്താൻ ശമ്പളം കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി വിവിധ കുടുംബങ്ങളിൽ തടമുറയിൽ താമി അടിമത്വം അനുഭവിക്കുന്നവരെ എല്ലാ ഇത് പകൽ കർത്താൻ വെട്ടിപ്പിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. താവിഞ്ഞയുടെ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവിടെ യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യെരൊബെയാമിനെ പോലെ പ്രാപ്തിയുള്ളവനായി എഴുന്നേറ്റ് കർത്താവിന്റെ പ്രവർത്തിപ്പാൻ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താൻ ഭരണപ്രതിപക്ഷ പാർട്ടികൾ, മത, സാമൂഹിക, സംസ്കാര സംഘടന രംഗത്ത് നിൽക്കുന്നവർ, ചരിത്രമാധ്യ മീഡിയ രംഗം നിൽക്കുന്നവർ, ഹല്ലേലൂയ കർത്താവിഞ്ഞയുടെ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിലും, വാർദ്ധക്യം, നിരാലംബരത്തിൽ, അസമയാചകർ, ഓർഫനേജിൽ, ഓൾട്ടേജ് വഴി തടവറയിലായിരിക്കുന്ന സകലരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവിന്റെ വേലയുമായി കേരളത്തിൽ, ഭാരത ലോക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബഹുപ്രാപ്തിയുള്ള യെരൊബെയാമിനെ പോലെ വളരെ പരിശ്രമശീലവനായി ബുദ്ധിയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ അവരെ ഒരുക്കണമേ. ഒരു യോസേഫിനെ പോലെ, ദാനിയേലിനെ പോലെ കർത്താവിന് ശക്തമായി ദൈവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതായി ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വരേറ്റമാസനമായിരുന്ന കാലഘട്ടത്തിൽ ഉണർന്ന് പ്രവർത്തിപ്പാൻ ജനത്തെ ഒരുക്കണമേ. യേശു കർത്താവിന്റെ വിധിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.